നമസ്കാരം. ഇസ്രയേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് അഥവാ നമ്മളൊക്കെ കേട്ടുകേൾവിയുള്ള ഇസ്രയേൽ ഗാസ പ്രശ്നം. എന്താണ് ശരിക്കും ഇവിടെ പ്രശ്നം? എത്ര പേർക്കറിയാം സത്യത്തിൽ എന്താണ് നടക്കുന്നത് എന്ന്? കഴിഞ്ഞ ദിവസം UN സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ ബെഞ്ചമിൻ നെതന്യാഹുവിനോടുള്ള എതിർപ്പായിക്കൊണ്ട് 100ഓളം പ്രവർത്തകർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ അതേസമയം അത്ര തന്നെ ആളുകൾ അവിടെ ഇരുന്ന് നെതന്യാഹുവിന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. ഹമാസിനെ അടിച്ചൊതുക്കും വരെ യുദ്ധം ചെയ്യും എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തിനാണ് ഇസ്രയേൽ പാലസ്തീനെയും ആക്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകരാജ്യത്ത് ഒരുപാട് പേർ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, കുറെ പേർ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്? പലരുടെയും വിചാരം ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ചില മതപരമായ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ജൂതരും മുസ്ലിംസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് എന്നൊക്കെയാണ്. എന്നാൽ അതല്ല സത്യം. ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ രാഷ്ട്രീയ പ്രശ്നം അടുത്തറിയണമെങ്കിൽ, ഇതിൽ പരിഹാരം പറയണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് എവിടെയാണ് ഈ പാലസ്തീനും ഇസ്രായേലും എന്നാണ്. അറേബ്യൻ പെനിൻസുലയിൽ നമ്മുടെ മെഡിറ്ററേനിയൻ കടലിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രവിശ്യയാണ് സത്യത്തിൽ ഈ ഒരു ഭാഗം. ഇത് പണ്ടെന്തായിരുന്നു എന്നും അതെങ്ങനെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ചില പ്രധാനപ്പെട്ട പള്ളികൾ, അക്സ മസ്ജിദ് പോലുള്ള പള്ളികളൊക്കെ ജെറുസലേമിലുണ്ട്. അവർക്കത് അവരുടെ മൂന്നാമത്തെ വിശുദ്ധ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഇനി ക്രിസ്ത്യൻസിന്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ അത് കർത്താവ്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി യേശു ക്രിസ്തു ജനിച്ച മണ്ണാണ് എന്ന വിശ്വാസം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ജൂതന്മാരുടെ വിശുദ്ധമായ തേർഡ് ടെമ്പിൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലവും അതിന്റെ അവശിഷ്ടങ്ങളും അതിന്റെ വിശ്വാസങ്ങളും ഇന്നും ജെറുസലേമിൽ കിടപ്പുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ 3 മതങ്ങൾക്കും അവകാശമുണ്ട്. കുറച്ചു വർഷങ്ങൾ പിറകോട്ട് പോയി ചിന്തിക്കുകയാണ്. ഒരു 1870 കാലഘട്ടങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് യാതൊരു വഴക്കും പ്രശ്നങ്ങളും ഒന്നും കൂടാതെ തന്നെ മുസ്ലിംസ്, അതുപോലെ ജൂതർ, അതുപോലെ ക്രിസ്ത്യൻസ് 3 കൂട്ടരും സമവായത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അന്നും അവിടെ മെജോറിറ്റി വരുന്നത് ഏകദേശം 80% മുസ്ലിംസ് ആണ്. പിന്നീടുള്ള ഭാഗമാണ് ക്രിസ്ത്യൻസും ജൂതരും ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടുണ്ടായ ചില പ്രശ്നങ്ങൾ, ചില കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് ജൂതരെ യൂറോപ്പിലേക്ക് കുടിയേറ്റാൻ കാരണമാക്കിയത്. അങ്ങനെ പിന്നീട് ജൂതരുടെ ജനസംഖ്യാ വർധനവൊക്കെ നടക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ്, പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള ഭാഗങ്ങളിൽ. പക്ഷെ ചരിത്രം അറിയുന്നവർക്കറിയാം ജർമ്മനി ജൂതരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന്. അക്കാലഘട്ടങ്ങളിൽ ഈ ഒരു പ്രദേശം ഒട്ടോമാൻ എംപയർ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഒട്ടോമാൻ എംപയർ എന്ന് പറയുന്നത് പിന്നീട് ബ്രിട്ടീഷുകാർക്ക് എതിരാവുന്നുമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കുടിയേറ്റങ്ങളുടെ കാലഘട്ടങ്ങളിൽ 1898 കാലഘട്ടങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് തിയോഡോർ ഹർഷലിന്റെ സിയോണിസ്റ്റ് തിയറി ജന്മം കൊള്ളുന്നത്. അതിന് കാരണമാവുന്നത് ഈ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും മത അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും ജനനം കൊള്ളുകയാണ്. അപ്പൊ 2 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ജൂതർക്ക് തോന്നുകയാണ് തങ്ങൾക്കും ഇതുപോലെ ഒരു രാജ്യം വേണമെന്ന്. മറ്റൊരു വസ്തു, ഹിറ്റ്ലറെ പോലുള്ള ആളുകൾ ജൂതരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥ കൂടെ വരുമ്പോൾ പലായനം ചെയ്യുക മാത്രമാണ് ഇനി ജൂതരുടെ മുമ്പുള്ള അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ അവർ ചിന്തിക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ളതും തങ്ങളുടെ വാദഗ്ധ ഭൂമിയുമായിട്ടുള്ള പലസ്തീൻ അവിടെ കിടപ്പുണ്ട്. അവിടെ തിരിച്ചു പോയിട്ട് എങ്ങനെയെങ്കിലും വീണ്ടും ഒരു ജൂതരാഷ്ട്രം സൃഷ്ടിക്കുക എന്ന ആശയമാണ് സിയോണിസത്തിലൂടെ ജന്മം കൊള്ളുന്നത്. അങ്ങനെ ചരിത്രം മുന്നോട്ട് പോകുന്ന വഴിയിലാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള 1ാം ലോക മഹായുദ്ധം, വേൾഡ് വാർ 1 ജന്മം കൊള്ളുന്നത്. ഈ വേൾഡ് വാർ 1ലാണ് ശ്രദ്ധേയമായ ഒരു കാര്യമുള്ളത്. ഓട്ടോമാൻ സാമ്രാജ്യം പൂർണ്ണമായും ബ്രിട്ടനും ഫ്രാൻസിനും എതിരാവുകയാണ്. ഇവിടെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും ഒരു ലക്ഷ്യം വെച്ച സ്ഥാനത്തെ അവർ പിടിച്ചെടുക്കും. അതിനുവേണ്ടി അവർ കണ്ട മാർഗമാണ് ഇവിടെ ഓട്ടോമാൻ സാമ്രാജ്യത്തിന് എതിരായി നിൽക്കുന്നവരുമായിട്ട് സഖ്യം ചേരുക. അങ്ങനെ എതിരായി നിൽക്കുന്ന ഏറ്റവും വലിയ സഖ്യമായിരുന്നു അന്നത്തെ അറബികൾ. എവിടെയൊക്കെ അറബ്സ് ഉണ്ടോ അവിടെയൊക്കെ ചെന്ന് ഈ ബ്രിട്ടൻ അവരുമായിട്ട് സഖ്യം രൂപീകരിച്ചു. എന്നാൽ അതേസമയം അവര് ജൂതരുമായിട്ടും സഖ്യം രൂപീകരിച്ചു. ഈ സമയത്ത് ജർമ്മനിയെ പോലുള്ള ഭാഗങ്ങളിൽ ജൂതന്മാർക്ക് തീരെയും പിടിച്ചു നിൽക്കാൻ തീരെയും പറ്റാത്തൊരവസ്ഥ അവിടെ വരുന്നു. ഹിറ്റ്ലറുടെ ഭരണമൊക്കെ ക്രൂരതയുടെ എക്സ്ട്രീമിലേക്ക് എത്തുന്നു. അവരെങ്ങനെയെങ്കിലും പലായനം ചെയ്തേ മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ സാഹചര്യത്തെ ഒരു രീതിയിലും നിയന്ത്രിക്കാൻ ബ്രിട്ടന് കഴിയാതെ വന്നപ്പോൾ അവർ UN മീറ്റ് ചെയ്തു. UN അവരുടെ സാധാരണ രീതിയായിട്ടുള്ള സന്ധി വ്യവസ്ഥകളിലേക്ക് കടന്നു വന്നു. സന്ധി വ്യവസ്ഥകൾ പ്രകാരം ഈ പലസ്തീൻ പ്രവേശിയെ പലതായി ഭാഗിച്ചിട്ട് അതിലെ കുറച്ചു ഭാഗം ഇസ്രയേലിനും കുറച്ചു ഭാഗം പലസ്തീനും വിട്ടുകൊടുത്തു.
ഈ വ്യവസ്ഥ ഇസ്രയേൽ അതിവേഗം അംഗീകരിക്കുകയും അങ്ങനെ 1948 ലോകത്തിലേക്ക് ഇസ്രയേൽ എന്ന രാജ്യം പിറന്നു വീഴുകയും ചെയ്തു. ഈ സമയത്ത് ഗാസയെയും വെസ്റ്റ് ബാങ്കിനെയും ഒക്കെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പലസ്തീൻ ഉള്ളത്. നമുക്ക് ഒറ്റയടിക്ക് തോന്നും ഈ വിഭജനം പൂർണ്ണമായിട്ടും ഇസ്രയേലിനൊപ്പമല്ലേ, പലസ്തീനെ ഇങ്ങനെ വിഭജിച്ചിട്ടല്ലേ എന്ന്. അവിടെ വേറൊരു വശം കൂടിയുണ്ട്. പലസ്തീന് വിട്ടുകൊടുത്ത ഗാസ ഒക്കെ ഫലഭൂവിഷ്ടമായ സ്ഥലങ്ങളായിരുന്നു. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർദാൻ നദി കാരണം വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണുമായിരുന്നു. മാത്രമല്ല യുദ്ധം ചെയ്യാനൊക്കെയുള്ള സാഹചര്യങ്ങളായിട്ടുള്ള പല അഡാപ്റ്റേഷൻസും അവിടെയുണ്ട്. ഗോലാൻ കുന്നുകൾ ആ ഭാഗത്താണ് വരുന്നത്. അപ്പൊ എങ്ങനെ നോക്കുമ്പോഴും രണ്ടു കൂട്ടർക്കും ഇത് വലിയ ദോഷമില്ലാത്തൊരു എഗ്രിമെന്റ് ആയിട്ടും അറബ്സ് ഇതിനെ അംഗീകരിച്ചില്ല. അവരതിന്റെ ഒരു ഭിന്നിപ്പായിട്ട് കണക്കാക്കുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അറബ് ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ലോകത്തെമ്പാടും എണ്ണക്ഷാമത്തിന് വരെ കാരണമായ ഈ യുദ്ധത്തിൽ ഇസ്രയേലിന് ജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, ജനിച്ചു വീണ ഒരു രാജ്യത്തിന് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇക്കണ്ട അറബ് ഓർഗനൈസേഷൻസ് മുഴുവനായിട്ടും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയെന്നല്ലേ? അതിന് നമ്മൾ 1948 ഇസ്രയേലിൽ ജനിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. അവിടെ കുറെ അധികം ആളുകൾക്ക് മനസ്സിലായി തങ്ങൾക്കൊരു രാജ്യം കിട്ടാൻ പോവുകയാണെന്നും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും. അത് മനസ്സിലാക്കിയ അവർ പല അറബ് രാജ്യങ്ങളിലും ചെന്ന് അറബി സംസാരിച്ചുകൊണ്ട് വേഷപ്രച്ഛന്നരായി അവരോടൊപ്പം ചേർന്ന് ചാരപ്രവർത്തി തുടങ്ങി. അന്ന് മിസ്ത അറബിം അഥവാ അഭിനവ അറബികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇവരാണ് പിന്നീട് ഇസ്രയേലിൽ മൊസാദ് എന്ന ചാര സംഘടനയ്ക്ക് ജന്മം നൽകുന്നത്. ഈ ചാര സംഘടന ഉള്ളിടത്തോളം കാലം ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. കാരണം അവർ ഓരോ അറബ് രാഷ്ട്രങ്ങളിലും ചെന്ന് അവിടുത്തെ നയതന്ത്രങ്ങളിൽ വരെ കടന്നുകൂടി രഹസ്യങ്ങൾ എത്തിച്ച് ഇസ്രയേലിലേക്ക് നൽകുകയും ഇസ്രയേലിനെ എന്നും പൊതിഞ്ഞു പിടിച്ച് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് 6 ദിവസ യുദ്ധം അഥവാ 6 days വാർ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇസ്രയേൽ ഒന്നാം യുദ്ധം ജയിച്ചിട്ട് ഈജിപ്തിന്റെ പല ഭാഗങ്ങൾ ഉൾപ്പെടെ വരുന്ന പല പ്രവിശ്യകളും ഇസ്രയേലിനെതാക്കി കീഴ്പ്പെടുത്തി തങ്ങളുടെ ക്യാമ്പുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 6 days വാർ ജയിച്ചത് ഈ ഇസ്രയേൽ തന്നെയായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ മൊസാദ് അവർക്ക് വേണ്ട എല്ലാ ഇന്റലിജൻസ് വിവരങ്ങളും പുഷ്പം പോലെ എത്തിച്ചു കൊടുത്തിരുന്നു. അതിൻ പ്രകാരം പല നടപടികളിലൂടെ, എന്തിനേറെ പറയുന്നു, അന്ന് ഈജിപ്തിന്റെ വിമാനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അതിന്റെ സാങ്കേതിക വിദ്യ വരെ മനസ്സിലാക്കി തിരിച്ചടിച്ചിട്ടുണ്ട് ഇസ്രയേൽ. അങ്ങനെ ഒന്നാം ദിവസം തന്നെ വ്യോമയാന യുദ്ധത്തെ മുഴുവനായിട്ടും തകർത്തടിച്ച ശേഷം പിന്നീട് ഗോലാൻ ഹൈറ്റ്സിന് മുകളിലൂടെ വെറുതെ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ പോയി വന്ന് ബോംബിട്ട് കളിക്കുകയായിരുന്നു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് നടന്നിരുന്നതെന്ന്. അങ്ങനെ ആ ജയം കൂടെ ആയതോടുകൂടി ഈജിപ്തിന്റെ സിനായ് പെൻസിൽ അടക്കം വരുന്ന നിരവധി ഭാഗങ്ങളെ പൂർണ്ണമായിട്ടും ഇസ്രയേലിന് താങ്കളുടെ അധീനതയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ കലുഷിതമായിരിക്കുന്ന യുദ്ധ സാധ്യതയിടയിലൂടെ 1960 തന്നെ യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം PLO അഥവാ പാലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും യുദ്ധം മുന്നോട്ട് പോയപ്പോഴാണ് UN ഇതിൽ ഇടപെടുന്നതും പൂർണ്ണമായ ഒരു സമാധാന വ്യവസ്ഥിതി വീണ്ടും 2 states തിയറിയിലൂടെ കൊണ്ടുവരുന്നത്. അതായത് വീണ്ടും 2 സ്റ്റേറ്റ്സ് ആവുന്നത്. ഇതിനെ മറ്റ് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് സമാധാനത്തോടുകൂടി മാറി നിന്നു. ഇനി ഇസ്രയേലിനെ എതിരിടാൻ ആകെ കൂടെ പാലസ്റ്റൈൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതായത് അതിന്റെ വെസ്റ്റ് ബാങ്കും ഗാസയും മാത്രം. മറ്റ് അറബ് രാജ്യങ്ങൾ ഇനി യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വീണ്ടും ആവർത്തിച്ച് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പാലസ്തീൻ എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു മുസ്ലിം റീജിയനോ മുസ്ലിം രാഷ്ട്രമോ അല്ല. അവരാവശ്യപ്പെടുന്നതും അതല്ല. അവിടെ ഉള്ളത് എന്ന് പറയുന്നത് പല മതവിഭാഗങ്ങൾ, ക്രിസ്ത്യൻസ് അടക്കം ഉൾപ്പെടുന്ന ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇതിനിടയിലൂടെയാണ് ആരംഭിക്കുന്നത്, PLO ആരംഭിക്കുന്നതും. PLO ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. മുഴുവൻ ഇസ്രായേലുകാരെയും തുരത്തിയിട്ട് ആ ഭാഗമൊക്കെ പലസ്തീന് വേണമെന്നുള്ളത്. പക്ഷെ പിന്നീട് PLOയും മിതമായ നിലപാടുകളിലേക്ക് മാറി. ഇവിടെയാണ് ഇസ്രയേൽ യുദ്ധത്തിന് തിരികൊളുത്തുന്ന ചില നിലപാടുകൾ സ്വീകരിച്ചത്. ഈ 2 states എഗ്രിമെന്റ് പ്രകാരം പാലസ്തീനിന് വിട്ടുകൊടുത്തിരുന്ന പല പ്രവിശ്യകളിലേക്കും ഇസ്രയേലികൾ കുടിയേറാൻ തുടങ്ങി. കുടിയേറി അവിടെ താമസമാക്കാനും വീട് കെട്ടാനും ഒക്കെ തുടങ്ങി. അതിന് പ്രധാനമായിട്ടുള്ള 3 കാരണങ്ങളിൽ ഒന്ന്, പണ്ടുണ്ടായിരുന്ന ബാൽഫോർ എഗ്രിമെന്റ് തൊട്ട് ഇങ്ങോട്ട് അവർക്കുണ്ടായിരുന്ന രാഷ്ട്രീയ അവകാശം. രണ്ടാമത് അവരുടെ ജൂതമത വിശ്വാസ പ്രകാരമുള്ള പുണ്യഭൂമി തിരിച്ചു നേടാനുള്ള ശ്രമം. മൂന്നാമതായിട്ട് ഇതിലേക്ക് ഇസ്രയേലി ഗവൺമെന്റിന്റെ, അന്നത്തെ ഭരണകൂടത്തിന്റെ അകമഴിഞ്ഞ സഹായം. അവര് ആളുകൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ വീടുകൾ കെട്ടിക്കൊടുത്തു. അവിടെ പ്രശ്നങ്ങൾ വരുന്നൊരു സാഹചര്യം വന്നപ്പോൾ എന്തിന് പോലീസിനെയും പട്ടാളത്തിനെയും വരെ അയച്ചു സഹായിച്ചു.
അങ്ങനെ ഇരിക്കെ അവിടെ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ താനെ ഉടലെടുത്തു. തങ്ങളുടെ ഏരിയയിൽ മറ്റൊരാൾ വന്നിട്ട് ഒരു അധിനിവേശം നടത്തുമ്പോൾ ആരെങ്കിലും പ്രതികരിക്കും. ചിന്തിച്ചു നോക്കൂ, കേരളത്തിൽ പെട്ടെന്ന് കുറെ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ആൾക്കാർ വന്നിട്ട് കുടിയേറ്റം നടത്തിയിട്ട് ഇവിടെ മുഴുവൻ അവരുടെയാന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കില്ലേ? അത്ര തന്നെ അവിടെയും ആ പ്രതികരണത്തിന് ട്രിഗറിംഗ് ആയിട്ടുണ്ടായിട്ടുള്ളൂ. എന്തായാലും യുദ്ധം ആരംഭിച്ചു. ഇസ്രായേൽ ഇങ്ങനെ തുടങ്ങിയപ്പോൾ പാലസ്തീൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 60കളിൽ തന്നെ ഒന്നാം ഇന്തിഫാദ മൂവ്മെന്റ് ആരംഭിച്ചു. ഇന്തിഫാദ എന്ന് വെച്ചാൽ പലസ്തീനെ മുഴുവൻ വിറപ്പിക്കുക, പലസ്തീൻ മുഴുവൻ ഒരു പ്രകമ്പനം കൊള്ളിക്കുക എന്ന അർത്ഥത്തിൽ ആരംഭിച്ച ഈ മൂവ്മെന്റ് വളരെ തീവ്ര നിലപാടും ഇസ്രായേലിനെ അടിച്ചു തുരത്തണമെന്ന് ആവശ്യപ്പെടുന്നവരുമായിരുന്നു. ഇതിനിടയിലാണ് പാലസ്തീനിൽ ഒരു സോഷ്യൽ വർക്കിംഗ് ഫേം രൂപം കൊള്ളുന്നത്. ഹമാസ് എന്ന് പേരിട്ട് അവർ ആദ്യം ജനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുകയും പിന്നീട് അവരും തീവ്രവാദ നിലപാടുകളിലേക്കും ആകർഷിതമായി വൻ വയലൻസ് ആയി മാറി. മുന്നത്തേന്റെയൊക്കെ ഒരുപാട് ഇരട്ടി വയലൻസ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി. ഈ രംഗത്തെ എങ്ങനെയും തണുപ്പിക്കാൻ ഇനി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസിന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഇതിലേക്ക് ഇടപെട്ടു. അവരാണ് ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്ന ഒരു ഉടമ്പടി കൊണ്ടുവരികയും യാസർ അറഫാത്തിനെയും അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രിയെയും കൊണ്ട് സൈൻ ചെയ്യിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് 2 സ്റ്റേറ്റ്സിനെ അംഗീകരിപ്പിച്ചുകൊണ്ട് വീണ്ടും യുദ്ധം അടക്കാനും ഈ PLO അടക്കമുള്ള സംഘടനകളെ തളർത്തി നിർത്താനും വേണ്ടിയുള്ള ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്ന ഒരു നിയമാവലി തന്നെ കൊണ്ടുവരുന്നത്. ഇത് 3 കൂട്ടരും അംഗീകരിച്ചെങ്കിലും ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇസ്രായേലില് സിയോണിസ്റ്റ് മൂവ്മെന്റുകൾ ഉള്ളതുപോലെ പാലസ്തീനിൽ ഇന്തിഫാദയൊക്കെ നിന്ന് പോയെങ്കിലും ഹമാസ് ഉള്ളതുപോലെ തീവ്ര സംഘടനകൾക്ക് ഈ സമാധാനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവർ വീണ്ടും തീവ്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളും പോകെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു ട്രിഗറിംഗ് ആവുന്ന രീതിയിലല്ല ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ജെറുസലേമിൽ ഒരു സിനഗോഗ് സ്ഥാപനം ഉണ്ടാകാൻ പോവുകയാണെന്നും ഇസ്രായേലിന്റെ ആ ജെറുസലേം ഭാഗം മുഴുവനായിട്ടും ജൂത പ്രവിശ്യയായി മാറും എന്നൊക്കെയുള്ള വാർത്ത പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പാലസ്തീനിൽ നിന്ന് അങ്ങോട്ട് പ്രതിഷേധമുണ്ടായി. ഓൾറെഡി പാലസ്തീനിലുള്ള ആളുകൾ മുസ്ലിംസ് ഒക്കെ അവിടെ പോയിട്ട് അവരുടെ അക്സ മസ്ജിദിലൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്താറുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇസ്രായേൽ അവിടെ ഒരു പ്രതിഷേധം ഭയന്നുകൊണ്ടെന്ന കണക്കെ ഒരു നിയമം കൊണ്ടുവന്നു. അതിതാണ് അക്സ മസ്ജിദിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണത്തെ അവർ 10,000 ലിമിറ്റ് ചെയ്തു. തങ്ങളുടെ വിശ്വാസത്തിൽ കയറിയുള്ള ഈ ലിമിറ്റിംഗ് സ്വാഭാവികമായിട്ടും പലസ്തീനെയും അവിടുത്തെ ജനതയും ചുടിപ്പിച്ചു. ഇങ്ങനെ വീണ്ടും രണ്ടാമതും അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവിടെ പരസ്പരം അവർ ഏറ്റുമുട്ടുന്ന ഒരു കലുഷിത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, മൊസാദ് എന്ന ചാരസംഘടന മാത്രമല്ല, ഇസ്രായേലിന്റെ ആർമിയും വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ ഇങ്ങനെയൊന്നും അടിച്ചിടാൻ ആർക്കും പറ്റുന്നില്ല. 948 ജനനം കൊണ്ട ശേഷം ആരും അവരെ യുദ്ധത്തിൽ ഒരു പരിധി കഴിഞ്ഞ് തളർത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഒരുപാട് രാജ്യങ്ങളുടെ സപ്പോർട്ടും അവർക്കുണ്ടെന്ന് മനസ്സിലാക്കി യാസർ അറഫാത്ത് പോലുള്ള നേതാക്കന്മാരടക്കമുള്ളവർ 90കളിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരങ്ങനെ ഇങ്ങനെയൊന്നും കീഴ്പ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് സമാധാനത്തിന് പോകാമെന്നാണ്. അപ്പോൾ ആ സമാധാനത്തിന്റെ ഭാഗമായാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓസ്ലോ എഗ്രിമെന്റ് പോലുള്ളത് ഒക്കെ ഒപ്പിട്ടതെങ്കിലും അതിനുശേഷം വേറൊരു മാറ്റം കൂടി വരുന്നുണ്ട്. ഓസ്ലോ എഗ്രിമെന്റിന് ശേഷം പാലസ്തീന്റെ പ്രവിശ്യയിലെ പല ഭാഗങ്ങളും പാലസ്തീന് സെമി ഗവൺമെന്റിലായിട്ട് ഭരിക്കാൻ അനുമതി കൊടുക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിന് അത്ര കണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തെ കൂടുതൽ ചൊടിപ്പിച്ചുകൊണ്ടാണ് ഹമാസ് മുന്നോട്ട് വരുന്നത്, മറ്റ് എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾ മുന്നോട്ട് വരുന്നത്. 1987 മുതൽ ഹമാസിന്റെ നിലപാട് പൂർണ്ണമായിട്ടും പാലസ്തീനിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞു പോകണമെന്ന്. അതിനവർ മുന്നോട്ട് വെക്കുന്ന 2 ആശയങ്ങൾ, ഒന്ന് ദേശീയതയും മറ്റേത് പൊളിറ്റിക്കൽ ഇസ്ലാമുമാണെന്ന് പറയേണ്ടി വരും. ഇങ്ങനെ വീണ്ടും യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തില് ഇവിടെ പാലസ്തീന് സപ്പോർട്ടായിട്ടും ആളുകൾ വരുന്നുണ്ട്. നേരത്തെ ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് വന്ന ആളുകളെ പോലെ പാലസ്തീനെ പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടര് ആശയപരമായിട്ട് ടർക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെപ്പണും മറ്റും നൽകിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഖത്തർ പോലുള്ള കൺട്രീസും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാക്കപ്പിലാണ് ഗാസയും വളരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2006 ഗാസയിൽ നടന്ന തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പില് ഹമാസ് 134 സീറ്റുകളിൽ 72 നേടി ജയിക്കുകയും അവരുടെ കൂടെയുണ്ടായിരുന്ന ഹഫ്ത എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി രണ്ടാമതിലേക്ക് പോവുകയും ചെയ്തു. ഒരു ഭാഗത്ത് ഹഫ്ത സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഹമാസ് ആഗ്രഹിക്കുന്നത് അക്രമമാണ്. ഇവിടെ ഹമാസ് ഗവൺമെന്റ് ഉണ്ടായതിനെ വെസ്റ്റേൺ രാജ്യങ്ങൾ അതിശക്തമായിട്ട് എതിർക്കുകയും പിന്നീട് ഇവർക്കുള്ള സാമ്പത്തിക സഹായം മുഴുവനായിട്ട് നിർത്തിവെക്കുമെന്ന് വാണിംഗ് കൊടുക്കുകയും കൂടെ ചെയ്തു. ഇതിലൂടെ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റില് ഹമാസും ഹഫ്തയും എതിരെ നിൽക്കുകയും ഗവൺമെന്റ് സിസ്റ്റം തകർന്ന് അവിടെ പ്രസിഡൻഷ്യൽ ഭരണം വരികയും ചെയ്തു. ഇപ്പോൾ ഗാസ വരുന്നത് ഹമാസിന്റെ അണ്ടറിലേക്കായി മാറി. അതായത് ഹമാസ് പൂർണ്ണമായും ഗാസയെ പിടിച്ചെടുത്തു. നേരെ മറിച്ച് ഹഫ്ത എന്ന സമാധാനം ആഗ്രഹിക്കുന്ന കൂട്ടര് വെസ്റ്റേൺ ഏരിയയും പിടിച്ചെടുത്ത് അവിടെ വലിയ പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റും ഒന്നുമില്ലാതെ ഭരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഈ പ്രശ്നം ചുരുങ്ങുന്നത്. പിന്നീടുള്ള സാഹചര്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു 2017 കാലഘട്ടത്തിലെ മാറ്റങ്ങളിലേക്ക് നമുക്കൊന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം. 2017 തൊട്ട് ഗാസയിൽ ഭരണം കൊള്ളുന്ന ഹമാസ് അവരുടെ നിലപാടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി.
അതായത് തീവ്ര നിലപാടല്ല എന്ന് തോന്നിക്കുന്ന ചില നിലപാടുകൾ. അത് ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, അവർ 2 സ്റ്റേറ്റ്സ് അംഗീകരിക്കാൻ തയ്യാറാണ്. കേൾക്കുമ്പോൾ എത്ര സമാധാനപരം അല്ലേ? ഇനിയാണ് അതിന്റെ കണ്ടീഷൻസ്. ഒന്ന്, ഇസ്രയേൽ 1967 അന്നത്തെ ആ 6 days വാർ ഉണ്ടായിരുന്നല്ലോ, അതിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. അതായത് അതിനുശേഷം പിടിച്ചെടുത്ത എല്ലാം തിരിച്ചു കൊടുത്ത് വീണ്ടും പലസ്തീനെ പഴയപടി ആക്കണം. ഇത് ഒന്നാമത്തെ കാര്യം. ഇത് ഇസ്രയേൽ അംഗീകരിക്കുമോ? ഇല്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇതുവരെ പാലസ്തീൻ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് മുഴുവൻ അവർ ഫിനാൻഷ്യലി തിരിച്ച് ഒരു നഷ്ടപരിഹാരം നൽകണം. അത് ഒരു പ്രശ്നം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ തന്നെ ഇസ്രയേൽ തന്നെ ഇടപെട്ടിട്ട് യുദ്ധങ്ങൾ കാരണം പല നാടുകളിൽ പോയി റെഫ്യൂജികളായി മാറിയ ആളുകളെ തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ശക്തമായ കുറെ വ്യവസ്ഥകൾ വെച്ചു. പിന്നീടുണ്ടായ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നായ അൽ അക്സ മോസ്കിലെ ആക്രമണം കൂടെ ആയതോടുകൂടി ഈ യുദ്ധം വീണ്ടും ഹമാസ് ആരംഭിക്കുകയാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ജൂതരും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുക എന്നൊരു അവസ്ഥയുണ്ടായി. പക്ഷെ മുസ്ലിംസ് എന്ന് പറയാൻ പറ്റില്ല, പാലസ്തീൻസ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിലെ കറക്റ്റ്. ഇനി മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, എല്ലാ അറബ് രാജ്യങ്ങളടക്കം എല്ലാവരും ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇവിടെ ഇങ്ങനൊരു നിലപാടും യുദ്ധമൊക്കെ കൊണ്ടുവരാണെങ്കിൽ കുറച്ച് ധൈര്യം വേണ്ടേ? ആ ധൈര്യത്തിന് കാരണമാകുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേലിന്റെ ഭരണത്തിൽ ചില തട്ടുകേടുകളൊക്കെ വന്നു തുടങ്ങി. മൊസാദ് ഇപ്പൊ പഴയ പോലെ ഒന്നും അവരുടെ കൂടെയില്ല എന്നൊരു തോന്നൽ പാലസ്തീനിൽ വന്നു തുടങ്ങി. അത് മാത്രമല്ല, അവിടുത്തെ ആഭ്യന്തര ചില സംഘർഷങ്ങളും ഉണ്ടാകുന്നതായിട്ട് പലസ്തീൻ മനസ്സിലാക്കിയിട്ട് ഈ സാഹചര്യം എങ്ങനെയും മുതലെടുത്ത് വീണ്ടും എല്ലാം തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ പാലസ്തീനിൽ നിന്നുകൊണ്ട് ഹമാസ് ശ്രമിക്കുന്നത്. അതിലേക്ക് ഒരു ചൊടിപ്പിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത്, ഇസ്രയേൽ അവരുടെ അയൺകോം സിസ്റ്റം വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്ന രാജ്യവും അവിടേക്ക് 5000 റോക്കറ്റ്സോളമാണ് ഈ പറഞ്ഞ ഹമാസ് അയക്കുന്നത്. അപ്പൊ ചോദ്യം, ഈ 5000 റോക്കറ്റ്സ് എവിടെ നിന്ന് കിട്ടിയെന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ 5000 റോക്കറ്റ്സ് അയച്ചാലും ഈ അയൺകോം സിസ്റ്റത്തിന് ഒരു പ്രശ്നമുണ്ട്. 90% എഫിഷ്യൻസി. നമുക്കൊരു 95% എഫിഷ്യൻസി കൂടിയാലും ഒരു 10-250 റോക്കറ്റ്സ് എങ്ങനെയായാലും വന്ന് അവിടെ വീഴും. അത് തന്നെ മതി വലിയൊരു അടി ഉണ്ടാവാൻ. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇസ്രയേൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത്, ഇസ്രയേലിന്റെ ശക്തമായ പ്രഹരങ്ങൾ വെസ്റ്റ് ബാങ്കിലാണോ നടക്കുന്നത്? അല്ല, ഗാസയിലാണ്. അവിടെ ഉണ്ടാകുന്ന സംഭവം, ഗാസയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഹമാസ് വീണ്ടും തിരിച്ചടിക്കുന്നു. എന്നിട്ട് ബോംബുകളൊക്കെ വർഷിച്ച ശേഷം തിരിച്ച് വീണ്ടും വന്ന് പബ്ലിക്കിന്റെ ഇടയിൽ ലയിച്ചു ചേരുകയാണ്. അപ്പോൾ ഇസ്രയേലിന് കഴിയുന്നില്ല ആരാണ് കൃത്യമായിട്ട് എന്ന് സെൻസ് ചെയ്ത് തിരിച്ചടിക്കാൻ കഴിയാത്തപ്പോൾ ഇസ്രയേൽ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ എല്ലാവർക്കും നേരെയും ബോംബാക്രമണം, ഷെല്ലാക്രമണം നടത്തുകയാണ്, ഡ്രോൺ ആക്രമണം വരെ. ഇതിനെ തടഞ്ഞു നിർത്താൻ അവിടുത്തെ സാധാരണക്കാർക്കാവുന്നില്ല. അവര് ഓടി ഒളിക്കാവുന്ന അത്രയും ഓടി ഒളിച്ചു, പലായനം ചെയ്യാവുന്ന അത്രയും പലായനം ചെയ്തു. എല്ലാത്തിനോടും ഇതാ ഇപ്പോൾ ഇസ്രയേൽ അവിടെ നോട്ടീസുകൾ, ലഘുലേഖകൾ യുദ്ധവിമാനങ്ങളിൽ കൊണ്ട് വിതരണം ചെയ്തു. ഇവിടുന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകുന്നത്. ആരോടാണ് ഒഴിഞ്ഞു പോകാൻ പറയുന്നത്? ജനിച്ചിട്ടൊരു യുദ്ധം പോയിട്ടൊന്നും അമർത്തി തുമ്മാൻ പോലുള്ള ആരോഗ്യം പകരാത്ത കുഞ്ഞുങ്ങളോടോ, അതോ ഒന്നും ചെയ്യാൻ കഴിയാതെ പിടിച്ചിരിക്കുന്ന വൃദ്ധരോടോ? യാതൊരു മനുഷ്യത്വപരമല്ലാത്ത ഒരു സമീപനമാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നുണ്ടാകുന്നത്. ഇനി ഇതിൽ ഇസ്രയേൽ ചൊടിപ്പിച്ച വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഇസ്രയേൽ പാലസ്തീൻ അഥവാ ഇസ്രയേൽ ഗാസ, ഇനി അതുമല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിക്കണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് ഹമാസുകാർ ഒന്നിൽ ചാവണം, അല്ലെങ്കിൽ അവര് സമാധാനത്തിന്റെ ഭാഗത്തേക്ക് നിൽക്കണം. ഇനി അങ്ങനെ നിന്നാൽ തന്നെ അത് നടപ്പിലാക്കി എടുക്കണമെങ്കിൽ ഒരു പൂർണ്ണ സമാധാനം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അമേരിക്ക, ഇന്ത്യ പോലുള്ള വലിയ സഖ്യകക്ഷികൾ, വലിയ ശക്തരായ രാജ്യങ്ങൾ ഇതിലിടപെട്ട് സമാധാനം പുനഃസ്ഥാപിക്കണം. UN ഇടപെടൽ വീണ്ടും ഉണ്ടാവണം. അങ്ങനെ വീണ്ടും ഗാസ പഴയ പോലെ ആവുക തന്നെ വേണം. അവിടെ സമാധാനമാണ് വേണ്ടത്, യുദ്ധമല്ല. കാരണം ഒരു യുദ്ധവും മനസമാധാനം സൃഷ്ടിക്കില്ല, ആക്രമണം മാത്രമേ സൃഷ്ടിക്കുള്ളൂ. യുദ്ധത്തിൽ ജയിക്കുന്നത് ആയുധ കച്ചവടക്കാർ മാത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പാലസ്തീനിന് ബ്ലാക്ക് മാർക്കറ്റിലൂടെ സപ്ലൈ ചെയ്യപ്പെടുന്ന ആയുധം വിൽക്കുന്നവർക്ക് കിട്ടുന്ന പണം ഒരു വർഷം വലിയ കോടികളായിരിക്കാം. അത് നേടാൻ വേണ്ടി അവർ വീണ്ടും യുദ്ധം സൃഷ്ടിക്കും. ഹമാസുകാർ വന്ന് സാധാരണക്കാരുടെ ഇടയിൽ ഒളിച്ച് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. വീണ്ടും അവർ ബോംബ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മതത്തെ മാറ്റി നിർത്തി മറ്റു സങ്കല്പങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും ആ പെനിൻസുലയിൽ നമ്മൾ വീണ്ടും ഇസ്രയേൽ പാലസ്തീൻ സമാധാനം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ വലിയൊരു ബഡ്ജറ്റ് ചൂഷണം ചെയ്തുകൊണ്ട് രക്തം ചൊരിഞ്ഞുകൊണ്ട് ഇനിയും യുദ്ധങ്ങൾ നടക്കും. നമ്മൾ കാണുന്ന പോലെ വിശന്ന് വലഞ്ഞ കുഞ്ഞുങ്ങളെയും അനാഥരായ ബാല്യങ്ങളെയും നമ്മൾ തെരുവിൽ കാണേണ്ടി വരും. ഓർക്കുക, ഒരു യുദ്ധവും സമാധാനം സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കുകയുമില്ല. സമാധാനത്തിന് പകരം സമാധാനം മാത്രമാണ്. ഇനി നിങ്ങളുടെ നിലപാടുകൾ കമന്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. നന്ദി, നമസ്കാരം.